It's running. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ലേട്ടായി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കൊറിയൻ ഫുഡ് ബ്ലോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കൊറിയൻ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഫുഡാണ്, ഐറ്റംസ് ആണ് മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കൊറിയൻ ഫുഡിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി വ്ളോഗായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇത് ആരും അങ്ങനെ നമ്മളൊന്നും അധികം അങ്ങനെ കാണാത്ത ഒരു സാധനമാണ് കേട്ടോ. അധികം നമ്മൾ കഴിക്കാറില്ല, അങ്ങനെ കഴിച്ചിട്ടില്ല, കണ്ടിട്ടില്ല അങ്ങനെ. ഞങ്ങളും കഴിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് മൂവിയിലും അല്ലാണ്ടൊക്കെ കണ്ട ഒരു പരിചയമുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ മുതൽ ഞങ്ങൾക്ക് കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയൊരു സാധനമാണ് കേട്ടോ. കുറച്ച് തേടി നടന്നു, ഇപ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഫുൾ നമ്മുടെ വീട്ടിലാണ് വീട്ടിലാണ് മൊത്തം പരിപാടി. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അടിപൊളി ഒരു കൊറിയൻ ഫുഡ് ബ്ലോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീടിന്റെ അകത്ത് എത്തി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ എല്ലാം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. അപ്പൊ ഇത് 3 പാക്കറ്റാണ്. ഇത് 3 പാക്കറ്റിലും നൂഡിൽസിന്റെ പാക്കറ്റാണ് ഇത്. മൂന്ന് ഡിഫറെന്റ് നൂഡിൽസ് ആണ് കേട്ടോ. ഇതിന്റെ പേരെന്നൊക്കെ പറഞ്ഞാൽ വായ്പുള്ളാത്ത പേരാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കര ബൊനാര എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ പേര്. പിന്നെ ഇതൊരു സൂപ്പർ സ്പൈസി നൂഡിൽസ് ആണ്. ഫോട്ടോ കണ്ടിട്ട് കൊള്ളാം. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നല്ല രസം കേട്ടോ കാണാനിത്. പിന്നെ ഇത് ചപ്പാകുരി എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റി നൂഡിൽസ് ആണ് കേട്ടോ. നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിന്റെ കേട്ടോ. പിന്നെ കഴിക്കാനുള്ള ചോപ്പ് സ്റ്റിക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സൈഡ് ഡിഷാണ് കേട്ടോ അവർ യൂസ് ചെയ്യുന്നത്. അപ്പം കൊറിയയിലുള്ള ഒരു ക്യാബേജ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് അവർ പറയുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ തടുക്കുന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. കറക്റ്റ് അറിയില്ല, അവർ പറയുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. കുറെ ഗുണങ്ങളുണ്ട് ഇതിന്. പക്ഷെ ഇതിന് ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. അപ്പം ഒരു നമുക്ക് പെട്ടെന്ന് അംഗീകരിക്കും, എന്താ പറയാ, ടേസ്റ്റ് അങ്ങോട്ട് പെട്ടെന്ന് നമുക്കൊരു മലയാളികൾക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത ടേസ്റ്റ് ആണ്. വെറൈറ്റി ഒരു ടേസ്റ്റ് ആണ് ഇതിന്റെ. പക്ഷെ എന്ന് വെച്ചാൽ ഒരു നൂഡിൽസിന്റെ കൂടെ ഞങ്ങൾ കഴിച്ചു നോക്കിയില്ല. അതിന്റെ കൂടെ കഴിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ഒരു കാണിക്കാം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ തുറന്നിട്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ കാണിച്ചു കേട്ടോ ആണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന് കാണിക്കാം. പിന്നെ ഇത് ഞങ്ങൾക്ക് അതിന്റെ കൂടെ ഞങ്ങൾ വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. ഇതൊരു കോഫി മിക്സ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് കേട്ടോ. ചെറിയ മിഠായി പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ നമുക്കിത് ജസ്റ്റ് നോക്കി നോക്കാം എന്താന്നൊക്കെ. അപ്പൊ നമുക്ക് ഇത് ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇന്നെല്ലാം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു കൊറിയൻ ഫുഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കുക്ക് ചെയ്യുന്നതിന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞങ്ങളല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചിയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇതിനെ കുറിച്ച് എല്ലാം കറക്റ്റായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ചേച്ചി എല്ലാം കാണിച്ചു തരും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നതിന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ്, ഒരു ഗ്ലാസ് വാട്ടർ അല്ലേ. അപ്പോൾ ഒരു ഗ്ലാസ് വാട്ടർ ഒഴിക്കാം കേട്ടോ നമ്മൾ ഫസ്റ്റ്. അപ്പം ഗ്യാസ് കത്തിച്ചില്ല, ഗ്യാസ് കത്തിച്ചിട്ട് ഒഴിക്കാം നമുക്ക്. ഒരു ഗ്ലാസ് മതി. അപ്പോൾ 2 ഗ്ലാസ് വാട്ടർ നമ്മൾ ഫുള്ള് യൂസ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ സാധനമാണ് കേട്ടോ. ചപ്പാകുരി എന്ന് പറഞ്ഞിട്ട്, ചാപ്പാകുരിയാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാതെ ഇതാണ് കേട്ടത്. ഇത് നമ്മുടെ സാധാ നൂഡിൽസ് പോലെ കണ്ട്. ഇതെന്തോ ചെറിയൊരു ഓയിലാണെന്ന് തോന്നുന്നല്ലേ, എന്തോ ഒരു ഓയിലാണ്. പിന്നെ ഇതതിൻ്റെ സാധാരണ നമ്മുടെ നൂഡിൽസിൻ്റെ മസാല പോലെ. പിന്നെ ഇതാണ് നമ്മുടെ സംഭവം നൂഡിൽസ്. നമ്മുടെ സാധാ നൂഡിൽസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ എടുത്ത് കാണിക്കാം ജസ്റ്റ് ഒന്ന്. അങ്ങനെ ഫുള്ളൊരു പീസാണ് കേട്ടോ. ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഫ്ലേവേഴ്സ് അങ്ങനെ എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല കറക്റ്റ്. നമുക്ക് വെള്ളം അത്യാവശ്യം ചൂടായി കഴിഞ്ഞിട്ട് ഇടാം അല്ലേ. സാധാ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് വെള്ളം ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം.
നമ്മുടെ വെള്ളം അത്യാവശ്യം തിളച്ചിട്ടുണ്ട് കേട്ടോ. അല്ല നന്നായിട്ട് തിളച്ചു. അപ്പം നമ്മൾ ചെയ്തിടാൻ പോകാല്ലേ ചേച്ചി? അപ്പം നമുക്ക് ആ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കാം. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത്. ബാക്കിയുള്ള വെള്ളം കൂടെ വെക്കാത്ത 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എക്സസൈസുള്ള വാട്ടർ മൊത്തം നമുക്ക് കളഞ്ഞിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ മസാലയൊക്കെ ചേർക്കുന്നത്. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെള്ളം കളയാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ഹോൾ ഇവർ കൊടുത്തിട്ടുണ്ടല്ലേ ചേച്ചി മുകളിൽ. അപ്പോൾ ഇത് കൂടെയാണ് കേട്ടോ ഇത് പോകുന്നത് ഫുള്ളും. അപ്പോൾ ഇത് 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 4 മിനിറ്റ് ഇപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഇതങ്ങ് പോകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലേ ഇനിയിപ്പം. വെള്ളം കളയാട്ടോ. ഇങ്ങനെയുണ്ടോ ഇതിൻ്റെ വെള്ളം കളയണേ. അപ്പോൾ അവർ തന്നെ അതിൻ്റെ ഹോളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് കളയുന്നത് ഫുള്ളിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മസാല സംഭവമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായി. അതൊക്കെ നമ്മൾ കളഞ്ഞിട്ടോ. ഇനി നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന മസാല, അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ സൂപ്പ് ബേസ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. വെറൈറ്റി സാധനമാണ് കേട്ടോ. ഇട്ടിട്ട് നോക്കാൻ ബാക്കി. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇവരൊരു സീസണിങ് ഓയിലും കൂടെ തരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സീസണിങ് ഓയിൽ. അപ്പം ഇത് അധികം ഞങ്ങളങ്ങനെ യൂസ് ചെയ്യുന്നത് അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സാധനം കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ആദ്യമേ ഈ സാധനം ഒഴിക്കാം കേട്ടോ നമുക്ക്. അല്ലേ നമ്മൾ ഫുൾ ഇട്ടിട്ടോ അത്. അതിന് ഫുൾ കവറിന് വേണ്ടിയുള്ളതാണ് കേട്ടോ അത്. അടുത്തത് സീസണിങ് ഓയിലാണ് കേട്ടോ. അത് ഫുൾ ഒഴിക്കുന്നില്ലേ ചേച്ചി? കട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. ഇപ്പോഴേ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്. ഒരു കാപ്പിപ്പൊടീൻ്റെ സ്മെല്ലല്ലേ കേട്ടോ. അതെ ഹോർലിക്സ് ബൂസ്റ്റ് പോലത്തെ വേണം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നോക്കിയാൽ കാണാം കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കപ്പ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നൂഡിൽസും കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത് നമുക്ക് കുറച്ച് നേരം ഒന്നും കൂടെ സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം അല്ലേ. അപ്പം നമുക്കിനി അടുത്ത നൂഡിൽസ് എടുക്കാം കേട്ടോ. ഇതിൻ്റെ പേര് കരബുനാര എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേരൊക്കെ ഭയങ്കര പാടാണ്. ഇത് പറഞ്ഞത് ചേച്ചി ഭയങ്കര BTS ഫാനായതുകൊണ്ട് BTSൽ ആരോ കഴിക്കുന്നൊരു സാധനമാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ സാധാ നൂഡിൽസിൻ്റെ ഒക്കെ കിട്ടുന്ന പോലത്തെ അവരുടെ സ്റ്റൈലിലുള്ള മസാലയാണ് ഇത്. ഇത് ആ സീസണിങ് ഓയിൽ തന്നെയാണെന്ന് തോന്നുന്നല്ലേ? ആണോ? സീസണിങ് ഓയിൽ തന്നെയാണ് കേട്ടോ. അത് അവരുടെ മെയിൻ സാധനമാണ് തോന്നുന്നല്ലേ? അതെ. അപ്പോൾ നമുക്ക് ബാക്കി ഇനി വെള്ളം ഒഴിക്കണം. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നൂഡിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. സാധാ നമ്മുടെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചു. നമുക്ക് ഇതിനകത്തുള്ള വെള്ളം മാറ്റിക്കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം മാറ്റാം. നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളം ഊറ്റി കളഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മസാല ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. പേരൊന്നും എനിക്കറിയാം ഉള്ള ഇത് ഫുൾ കൊറിയൻ പേര് മസാല ഇത്രേ ഉള്ളൂ. ഇത് ഫുൾ കൊറിയൻ ആട്ടോ ഇതേക്കണേ. അങ്ങനെ ജസ്റ്റ് പൊട്ടിക്കാം. അപ്പോൾ ഇതാട്ടോ
ഇത് ഞാൻ ഉദ്ദേശിച്ച മസാലയുടെ കളറല്ല കേട്ടോ, ഞാൻ വേറെ എന്താ കളർ ഉദ്ദേശിച്ചത്, ഇത് വൈറ്റ് ആയിരുന്നു. ആ ഈ മസാല ഇപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ നമ്മളിപ്പോൾ ഇടാൻ പോവാണ്. ഇത് സീസണിങ് ഓയിലാട്ടോ. അത് തന്നെ ഓയിൽ. ഇതാണ്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം കേട്ടോ, സീസണിങ് ഓയിൽ. അതാണ് ഇതിന് കളറും ടേസ്റ്റൊക്കെ കൊടുക്കണല്ലേ, കൊഴുപ്പെല്ലാം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. കുഴഞ്ഞ് കിട്ടാൻ. ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കളറും കണ്ടോ, മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങോട്ട് പക്ഷേ സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ അല്ലേ. കിടക്കുന്നുണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനമായിട്ട് കഴിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് നൂഡിൽസും കൂടെ ഉണ്ട് കേട്ടോ. അത് സ്പൈസിയാണ്, ഞങ്ങൾ ലാസ്റ്റ് വെച്ചേക്കുന്നത് കേട്ടോ. സൂപ്പർ സ്പൈസിയാണ് ഇത്. മിക്കവാറും ഇത് അടിപൊളി, ഇത് നല്ല എരിവുള്ളൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇവിടെ റെഡ് ഒരു സംഭവം നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് അറിയാം ഇത് നമ്മളെ എരിക്കുമോ അതോ തിരിക്കുമോ എന്ന്. നമുക്കിത് ഇനി അപ്പം നമുക്ക് ഇതുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഇത് സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് 3 കപ്പ് വെള്ളം എടുത്തില്ലേ ചേച്ചി, 3 കപ്പ് വെള്ളം എടുത്തിട്ട് അത്യാവശ്യം നമ്മൾ ചൂടായി കഴിയുമ്പോൾ അത്യാവശ്യം തിളച്ചിട്ടോ നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പൈസിയാണ് കേട്ടോ ഇത്. ഓരോ പീസായിട്ടാണ് കേട്ടോ ഇരിക്കണേ. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ നൂഡിൽസ് ഉണ്ടാക്കിയതുപോലെ തന്നെ അല്ല കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ സീസണിങ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സീസണിങ് ഓയിൽ അല്ല കേട്ടോ, അത് വേറെ എന്തൊരു സാധനമാണ് കേട്ടോ. ആ ഇതാണ് കേട്ടോ അടുത്ത മസാല. നമ്മൾ സാധാരണ നൂഡിൽസിൻ്റെ മസാല പോലെയാന്ന് തോന്നുന്നല്ലേ, സ്പൈസി ആട്ടോ. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് കുക്കാകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് ഇനി മാറ്റി വെക്കട്ടെ. ഇത് മൂന്ന് സെറ്റ് നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ. എല്ലാം ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് നിരത്തി വെച്ചിട്ടുണ്ടല്ലോ ചേട്ടാ. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കണ്ടിട്ട് കഴിക്കാണ്ടിരിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഫസ്റ്റ് ഞാൻ ഈ ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇതിട്ട് ഇവർ സാധാരണ കഴിക്കാറ്. അപ്പോൾ നമ്മൾ മലയാളീസ് ഒന്നും അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല. ഇതാണ് ചോപ്പ് സ്റ്റിക്ക്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ കഴിക്കും, ഞാൻ ജസ്റ്റ് ഞങ്ങളങ്ങനെ കഴിക്കാൻ ഞങ്ങൾക്കും കറക്റ്റ് അറിയില്ല. ഞാനും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോപ്പ് സ്റ്റിക്ക് എടുക്കുക, തള്ളവിരലിൻ്റെ അടിയിൽ വെക്കുക, എന്നിട്ട് നമ്മുടെ റിംഗ് ഫിംഗർ ചേർത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് ചോപ്പ് സ്റ്റിക്കിൻ്റെ പൊസിഷൻ. അതിനകത്ത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ഇൻഡസ് ഫിംഗറിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് ഈ മിഡിൽ ഫിംഗർ ചേർത്ത് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഈ തം ഫിംഗർ ഉപയോഗിച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ. അപ്പം ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ എടുക്കുന്നതെന്ന്. ഇത്തിരി പാടാട്ടോ ഇത് യൂസ് ചെയ്യാൻ. കിട്ടുന്നില്ല കേട്ടോ, ഇത്തിരി പാടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യല്. കറക്റ്റ് നമ്മളും അങ്ങനെ യൂസ് ചെയ്തില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് എങ്ങനെയാന്ന്. ഇങ്ങനെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാട്ടെ ഇങ്ങനെ. മലയാളികൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇതാട്ടോ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ ഞങ്ങള് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് തുടങ്ങട്ടെ. ഏത് ചേട്ടയ്ക്ക് അത് വേണ്ടേ? എനിക്ക് 3 ഇഷ്ടമാണ്, പക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ. ഇതാണ്ട് ഇത് സ്പൈസി ആണല്ലേ? ഇത് സ്പൈസിയാണ്, സൂപ്പർ സ്പൈസിയാണ്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യുവാണ്. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് നല്ല എരിവ്, അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇതിന് മില്ലിന്റെ ടേസ്റ്റ് നോക്കും.
എനിക്ക് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ഞാൻ കഴിക്കാം കേട്ടോ. മിലൻ ഇതാ സാഹസികമായി ചോപ്സ്റ്റിക്ക് എടുത്തെടുത്ത് ചാടിപ്പോയി ഇച്ചിരി നടക്കുന്നില്ല. പാടാട്ടോ ഇതുകൊണ്ട് കഴിക്കാൻ. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം പോ ഒഴിവാ. ഇനി ഇത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. സ്റ്റെഫി ജസ്റ്റ് ട്രൈ ചെയ്ത് ഇനി ഉണ്ടാക്കിയ ആളാണ് ഇതിന്റെ മിക്ക ടേസ്റ്റ് പറയണ്ടേ. അതുകൊണ്ട് എടുത്താൽ മതി. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. എരിവുണ്ട്. കൊള്ളാം. അതങ്ങ് അത് ഉള്ളതെടുത്ത് കഴിക്കുക. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ചേച്ചി, ഇഷ്ടമായോ? അത്യാവശ്യം എരിവുണ്ട്. നമ്മൾ സാധാ ഒരു നൂഡിൽസിന്റെ ടേസ്റ്റ് അല്ലല്ലേ, വേറെ ടേസ്റ്റ് അറിയട്ടെ. വായിലേക്ക് നമ്മൾ കഴിച്ചു കഴിയുമ്പോ തന്നെ ആദ്യം ഒരു എരിവ് വരും, പിന്നെ ചെറിയൊരു ഉപ്പിന്റെ ടേസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ അടുത്ത സാധനം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതിന്റെ പേര് കരബുനാര എന്നിട്ടോ അതിന്റെ പേര്. ഇന്ന് ഞങ്ങളൊരു പേര് ഇടണോന്ന് വിചാരിച്ചാ, ഇട്ടില്ല കേട്ടോ. പക്ഷെ അപ്പം നമ്മളിത് കഴിക്കുന്നതിന് മുമ്പ് ഇതിനൊരു സൈഡ് ഡിഷ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കിംജി അല്ലേ, കിംജി ആണ് കേട്ടോ. ഇതെന്തായിരുന്നു നമ്മുടെ കൊറിയൻ ക്യാബേജ് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇത് കുറച്ച് സെർവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന്റെ ഒപ്പം കഴിക്കാൻ ഐറ്റം തന്നെയാട്ടോ. ഇതിന്റെ ടേസ്റ്റ് നോക്കൂ, പെട്ടെന്ന് പിടിക്കില്ല കേട്ടോ. പക്ഷെ ഇതിന്റെ ഒപ്പം കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ഈ കിഞ്ചിയും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഗൈസ്. എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ ഇതിന് ഭയങ്കര ദേഷ്യം, ഇത് വരുന്നില്ല ഈ സാധനം. എന്തായാലും നോക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ടേസ്റ്റ് ഹാർഡ് പോലെ തോന്നുന്നു. ഇതൊരു ടേസ്റ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ടേസ്റ്റ് നോക്കി. ചെറിയൊരു മധുരമുണ്ട്, ചെറിയൊരു മധുരമുണ്ട്. കിഞ്ചി ഉപയോഗിച്ച് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കിംജി മിലൻ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ജോസ്റ്റിക്ക് വിട്ടിട്ടില്ല കേട്ടോ മിലൻ. എനിക്കിത് കാരനാകാൻ വേണ്ടി പോവുകയാണ്. അത് വിട്ടുള്ള കളിയില്ലെന്നാ പുള്ളി പറയുന്നത്. ഇന്ന് എന്തായാലും പുള്ളി തോറ്റ് പിന്മാറില്ല. നമുക്ക് നോക്കൂ എത്രാമത്തെ തവണ എടുക്കുന്നത് നോക്കൂ. ഇച്ചിരി പാടാട്ടെ ഇത് യൂസ് ചെയ്ത് കഴിക്കാൻ. പോട്ടെ. അത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ സാധാ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റിലത്തെ ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിൻ്റെ പേര് ചപ്പാഗുരി എന്നാണ് ഇതിൻ്റെ പേരൊന്നും പഠിക്കാൻ നിൽക്കേണ്ട കേട്ടോ, ഭയങ്കര പാടാ. ഇത് നമ്മളൊരു മുട്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് പറയും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഒരു ചോക്ലേറ്റ് എന്തോ അല്ലേ, ചോക്ലേറ്റ് അല്ലല്ലോ, ടേസ്റ്റ് പറയാൻ പറ്റില്ല, വേറെന്തോ നമ്മൾ ഇതുവരെ കഴിച്ചില്ലാത്ത ടേസ്റ്റ് അല്ലേ. അതല്ലേ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ടേസ്റ്റാ ഗൈസ്. ഇതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഇപ്പൊ ഇറങ്ങുന്ന മാഗിയുടെ യിപ്പിയുടെ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് പറയാൻ പോലും പറ്റില്ല. പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഈ മൂന്നെണ്ണം സംഭവം ആദ്യം ട്രൈ ചെയ്തുകൊണ്ടാണ് അറിയില്ല, നമുക്ക് വ്യത്യസ്ത തന്നെയാണ് അല്ലേ. ഞങ്ങൾക്ക് നല്ല വെറൈറ്റി ആയിട്ടാണ് ആലോചിച്ച് വന്നത്. കാരണം ഞങ്ങൾക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞങ്ങൾ ഇത് മേടിച്ചത് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് കേട്ടോ. എന്തായിരുന്നു അതിന്റെ പേര്? ഒരു ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു പേജാണ് കേട്ടോ. എന്താ കൊറിയൻ സ്നാക്ക് ഹബ് എന്നാട്ടോ അതിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒക്കെ ഞങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതായിരിക്കും രേഷേ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു 1000 രൂപയുടെ സംതിങ് അല്ലേ, എത്ര രൂപയുടെ ഉണ്ടാവും? 1200 ഷിപ്പിങ്ങിനാണ് കൂടുതൽ കാശാണ്. കാരണം അവർ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് സെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഷിപ്പിങ്ങിന് കൂടുതൽ ചാർജ് ആവുന്നത്. ഷിപ്പിങ്ങിന് അത്യാവശ്യം നല്ല ചാർജ് ആവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നവരൊക്കെ ടേസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് ഞങ്ങൾ പറയുള്ളൂ. കാരണം നമുക്കിപ്പം കൊറിയ പോയിട്ട് ഈ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെയുള്ള സംഭവം കിട്ടുമ്പോൾ നമുക്ക് ഇത് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാനേ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡിഷാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഫുൾ വ്ളോഗ് നമ്മുടെ കൊറിയൻ വ്ളോഗായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് കഴിച്ചു നോക്കണമെന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ടേസ്റ്റ് പിടിക്കില്ലല്ലേ അവിടെ? ഇല്ല എല്ലാവർക്കും പിടിക്കില്ല. ഇപ്പൊ ഈ മൂന്നെണ്ണത്തിൽ തന്നെ ഇപ്പം സ്റ്റെഫിക്ക് വേറെ ആണെങ്കിൽ നിനക്ക് വേറെ, എനിക്ക് വേറെ. എനിക്ക് ഏതാ ഇഷ്ടമായി? എനിക്ക് കരബൂനാര എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. സ്പൈസി നല്ലതാണ്, സ്പൈസി കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വെറൈറ്റി ആയിട്ട് ഒരു ടേസ്റ്റ് ഉള്ള ഇതിനാണ് കേട്ടോ. അത് നന്നായിട്ടുണ്ടല്ലേ. ചപ്പാത്തിനേക്കാൾ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടു. പിന്നെ ശരിക്കും എരിവ് വേണ്ടവർക്ക് ഇത് യൂസ് ചെയ്യുക. ഇത് സ്പൈസി ആണ് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ഇതിന്റെ എന്താ പറയണേ, ഇതിന് ഒരു ടേസ്റ്റ് പറയാൻ പറ്റിയിട്ടില്ല കേട്ടോ. മനസ്സിലായിട്ടില്ല. കാരണം വെച്ചാൽ നമ്മള് കഴിച്ചിട്ടില്ല ഇതുവരെയും ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉള്ള സാധനം അല്ലേ.
പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കളറൊക്കെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് സംഭവം അടിപൊളിയാ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. സംഭവം ഇടുവാ. ആ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു നമ്മൾക്കൊരു കണ്ടിട്ടില്ലാത്തൊരു കാര്യം ഞങ്ങൾ കാണിച്ചു തരാനായിട്ട് മാക്സിമം ഞങ്ങൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ വീഡിയോക്കകത്ത് നല്ല സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക്. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ഇനിയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് എനിക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ കാണാം.